ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കനാണ്. കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ചിക്കൻ എന്ന് മാറ്റിയിട്ട് ഫിഷ് ആക്കിയായിരുന്നു. അപ്പോൾ ഫിഷ് ആക്കിയാലെന്ന് വിചാരിക്കുമ്പം ഏത് ഫിഷാണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരുപാട് ഫിഷ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫിഷ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ഏറ്റവും വില കുറഞ്ഞ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഷ് ഉണ്ട്. അതിൻ്റെ പേരാണ് നത്തോലി അഥവാ കൊഴുവ എന്ന് പറയുന്നത്. ഇന്നലെ ഏകദേശം 1.5 കിലോ 100 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. 1.5 കിലോ 100 രൂപ എന്ന് പറയുമ്പം 100 ഗ്രാമിന് ഏകദേശം 6 രൂപയെ വരുന്നുള്ളൂ. ഈ 100 ഗ്രാം ഈ ഒരു നത്തോലിക്കകത്ത് 29 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും ഗുണമുള്ള ഈ ഒരു മീൻ ആരും തന്നെ പ്രൈമറി സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് എടുക്കുന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മീൻ കുക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ടും ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. ഇത് വളരെ ചെറിയൊരു മീനായതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു മീനിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിനെ അവഗണിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കടലിലെ തന്നെ ഏറ്റവും ശുദ്ധിയുള്ള ഒരു മീനാണ് ഈ ഒരു കൊഴുവ എന്ന് പറയുന്ന മീൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ടോക്സിൻ്റെ അളവ് വളരെ കുറവാണ്. നിങ്ങൾ ചിക്കൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്ത് ടോക്സിൻ്റെ അളവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫിഷിൻ്റെ അകത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഹൃദ്രോഗമുള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ രോഗമുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ ഒരു ഫിഷ് കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ്, വിറ്റമിൻ എ, വിറ്റമിൻ ഇ, അതുപോലെ ഒരുപാട് വിറ്റമിൻസ് വരുന്ന ഒരു മീനും കൂടിയാണ് ഈ നത്തോലി എന്ന് പറയുന്ന ഒരു മീൻ. ചിക്കനും ഈ മീനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ചിക്കൻ ആണെങ്കിൽ നമുക്ക് നേരെ മാർക്കറ്റിൽ പോയി 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ ചിക്കൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നമുക്ക് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ മീനൊന്നും നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. ബോയിൽ ചെയ്ത് ഫിഷ് ബോയിൽ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ച് ആരും തന്നെ ഫിഷ് കഴിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ മീൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ ശ്രദ്ധിച്ചത്. ഉമ്മച്ചിയോട് ചോദിച്ചപ്പോഴേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഓയിലും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു കുക്കിംഗ് മെത്തേഡിൽ ഓയിൽ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഈ ഒരു ഫിഷ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമുക്കിപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് തേങ്ങ ചിരവിയത്, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കരിയാപ്പില, കുടംപുളി. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി കുടംപുളി ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനവും നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അടിച്ച് കുഴമ്പ് പോലെ നോക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി തരുന്ന എൻ്റെ ഉമ്മയാണ്. ഉമ്മ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഈ ഒരു കറിക്കകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇതുപോലെയുള്ള ഒരു ചെറിയ മീനൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് വലിയ മീനാണെങ്കിൽ നമുക്ക് ഓയിലില്ലാതെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡൊക്കെ എനിക്കറിയാം. നമുക്കിനിയുള്ള വീഡിയോയിൽ അതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവ മീൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചേരുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോഴാണ് നമ്മൾ കുടംപുളിയുടെ ഒരു ആവശ്യം വരുന്നത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കുടംപുളി നേരത്തെ എടുത്ത് വെച്ചത് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കറി നമുക്ക് റെഡിയായി കിട്ടും. വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അധികം മസാലയും ഓയിലും ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണിത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒരിക്കലും അസുഖങ്ങളൊന്നും പിടിപെടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക.